കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിനെതിരായ പ്രതിഷേധത്തിൽ താൽക്കാലിക പരിഹാരം. വീടിന്റെ മുൻഭാഗം പൊളിക്കില്ല. ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇന്ന് ചേരുന്ന കളക്ടറുടെ യോഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, കാസർഗോഡ് ജില്ലയിൽ പണി പുരോഗമിക്കുന്ന ബേബിഞ്ച ചെർക്കള ഭാഗത്താണ് ഇത്തരത്തിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ഇന്നലെ സ്ഥലം ഏറ്റെടുക്കാനും വീട് പൊളിക്കാനും വന്ന ഉദ്യോഗസ്ഥരെ ഈ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയത്, ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അതായത് നഷ്ടപരിഹാര തുക മുഴുവൻ നൽകാതെ ഇത്തരത്തിൽ വീട് പൊളിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇവർ നിലപാട് സ്വീകരിച്ചത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ കുടുംബം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ നാട്ടുകാർ കൂട്ടമായി എത്തുകയും ദേശീയപാത അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പിന്നീട് ജനപ്രതിനിധികൾ എത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത്, ഈ വീട്ടുകാരെ അടക്കം അനുനയിപ്പിച്ചത്. ഈ വീട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഈ 1,28,00,000 രൂപ നൽകാതെ ഈ വീട് പൊളിക്കാൻ അനുവദിക്കുകയില്ല. അതിന് നിയമപരമായി സ്റ്റേ ഉൾപ്പെടെയുള്ളവ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. അതേസമയം സ്റ്റേ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിൽ റോഡ് നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ വീടിന്റെ ഒരു ഭാഗം കൂടി എടുത്തേ മതിയാകൂ എന്നാണ് ദേശീയപാത അധികൃതർ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും പ്രതിഷേധം ശക്തമായതോടെ ഇന്നലെ താൽക്കാലികമായി ജോലി നിർത്തിവെക്കാൻ ഒരു ധാരണയാവുകയായിരുന്നു. അതിനുശേഷം ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. പ്രധാനമായും ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ചർച്ചയുണ്ടാകുക. നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡൊന്നുമില്ല, അതുകൊണ്ട് എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. പക്ഷേ ദേശീയപാത അതോറിറ്റി പറയുന്നത് ഇത്ര സ്ഥലം ഏറ്റെടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതാണ്. കോടതിയിൽ നിന്നടക്കം അനുകൂല നിലപാട് ഈ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ഇവർ പ്രധാനമായും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇന്ന് ഇതിൽ ഒരു വിവേചനാധികാരം ഉള്ളത് ഈ കളക്ടർക്കാണ്. കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കുടുംബം ആത്മഹത്യ ഭീഷണി മുഴക്കിയത് മാത്രമല്ല, ഇവിടുത്തെ ഈ സർവീസ് റോഡ്, അതുപോലെ തന്നെ നടപ്പാതകൾ, ഈ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് പരിഹാരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ പ്രവർത്തികളെ, നിർമ്മാണ പ്രവർത്തികളെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ചെർക്കള മുതൽ നീലേശ്വരം വരെയുള്ള ഭാഗങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഈ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് മാത്രവുമല്ല, ഈ കമ്പനി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഈ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത കമ്പനി വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി മണ്ണ് നിക്ഷേപം ചെയ്തതും മണ്ണ് നീക്കം ചെയ്തതുമെല്ലാം സർക്കാരിന്റെ മുൻപിലുണ്ട്, ദേശീയപാത അതോറിറ്റിയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാവിയുമായി സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.